പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടത്തിൽപ്പെട്ട സ്ത്രീ മരിച്ചെന്ന് കരുതി സമരം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസ്. മരിച്ചിട്ടില്ല എന്ന അറിയിപ്പ് വന്നപ്പോൾ സമരത്തിന്റെ രൂപം മാറ്റി. ആഴ്ചയിൽ രണ്ട് മരണങ്ങൾ. ആളെക്കൊല്ലും ബസ് സ്റ്റേഷൻ. യാത്രക്കാരെ കൊന്നിടും. KSRTC ബസ് സ്റ്റേഷൻ. അപകടങ്ങൾ തുടർക്കഥയാകുന്ന പുനലൂർ KSRTC ഡിപ്പോ വിവിധ സംഘടനകളുടെ സമരകേന്ദ്രമാണ്. പുനലൂറുകാർക്ക് സുപരിചിതനായിരുന്ന കാഞ്ഞിരമല നിവാസി മണി എന്ന മുരുകേശൻ ജൂൺ 19 ട്രാൻസ്പോർട്ട് ബസ് തട്ടി നിലത്തു വീഴുകയും ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കുപറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആക്രിപറക്ക് ജീവിച്ചിരുന്ന കവിത എന്ന സ്ത്രീയുടെ കാലിലൂടെ ബസ് കയറുന്ന സംഭവം ഉണ്ടായി. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കവിത മരണപ്പെട്ടു എന്ന അഭ്യൂഹമുണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിപ്പോയിൽ സമരം ആരംഭിച്ചു. എന്നാൽ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ കവിത മരിച്ചിട്ടില്ല എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ഡിപ്പോയിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ അടപ്പിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. 1/1/2024 വരെ മാത്രം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ള സ്ഥാപനമായിരുന്നു ഇത്. കഴിഞ്ഞ ഒരു വർഷവും 7 മാസവുമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്നാണ് ആളുകൾ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാന്റീൻ KSRTCയിലെ ഒരു യൂണിയൻ CIT യൂണിയന്റെ പേരിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഈ സ്ഥാപനം ജനുവരി മാസം നിങ്ങൾ നോക്കണം 1/1/2024 വരെ മാത്രം പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു വർഷവും 7 മാസവുമായി ഇടതുപക്ഷ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി വ്യാജമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്യാന്റീനാണ് ഇവിടെ പ്രവർത്തിക്കുന്ന. ഈ ക്യാന്റീൻ ഇപ്പോൾ അടച്ചുപൂട്ടും. വിവിധ കാലങ്ങളിൽ കേരളത്തിലും പുനലൂർ നഗരസഭയിലും ഭരണരംഗത്തുള്ള സംഘടനകളും അവരുടെ യുവജന വിഭാഗങ്ങളും വലിയ പരിമിതികളുള്ള KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഡിപ്പോയിലെത്തി കടമ നിർവഹിച്ച് കടന്നുപോകുമ്പോൾ ശാശ്വത പരിഹാരത്തിന് ആർക്കാണ് ഉത്തരവാദിത്തം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.